LDF ഓച്ചിറ കിഴക്ക് മേഖല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കരുനാഗപ്പള്ളി മണ്ഡലം LDF സ്ഥാനാർത്ഥി MS താരയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കൺവെൻഷൻ നടത്തിയത്. കരുനാഗപ്പള്ളി മണ്ഡലം LDF സ്ഥാനാർത്ഥി MS താരയുടെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത്. ഓച്ചിറ കിഴക്ക് മേഖല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വയനകത്താണ് സംഘടിപ്പിച്ചത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് സൂസൻ കോടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിൽ നടക്കം ജയിച്ചുപോയ പാർലമെന്റ് മെമ്പറുള്ള പ്രതിപക്ഷ രാഹുൽ ഗാന്ധി അതേസമയം ജർമ്മനിയിലെ BMW മോട്ടോർ ബൈക്കിന് വില പറയുകയാണ്. പരസ്യപ്രചാരണം നിങ്ങൾ കണ്ടതല്ലേ സോഷ്യൽ മീഡിയയിലൂടെ. ഈ രാജ്യത്തിനുവേണ്ടി വർത്തമാനം പറയും. ഏത് പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യൻ പാർലമെന്റിലുള്ളത്? കോൺഗ്രസിൽ എന്താ ഈ രാജ്യത്തെ കുറിച്ച് പറയുന്നത്? ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ, മതനിരപേക്ഷത ഇല്ലാതാക്കുമ്പോൾ, ഈ രാജ്യത്തെ ദളിതരായിട്ടുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്ത് വർത്തമാനം പറയുന്ന പ്രതിപക്ഷ നേതാവ് എവിടെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ? അത് കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്ന് ചോദിച്ചതുകൊണ്ട് ആ മുഖ്യമന്ത്രിക്കെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി ആക്ഷേപം പറഞ്ഞാൽ വിദേശം പറയുന്നത് അങ്ങ് എല്ലാവരും കേൾക്കുന്നതാണോ? എല്ലാവരും മനസ്സിലാക്കുന്നതാണോ? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയം പറയുന്നത്, ആ രാഷ്ട്രീയം വികസനവും ക്ഷേമവും അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് പറയുന്നത്. അതിന് മറുപടി പറയണം. കേരളത്തിൽ എന്ത് നടക്കും, എങ്ങനെ നടക്കും, എങ്ങനെയാണ് ഞങ്ങൾ വന്നാൽ നടക്കുന്നതെന്ന് രാഷ്ട്രീയം പറയണം. പക്ഷെ അവരുടെ കഴിഞ്ഞകാല അനുഭവം ഇതൊന്നും നടപ്പാക്കാനുള്ളതല്ല. 11-14 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കാലത്ത് മുഖ്യമന്ത്രിയാണ്. അന്ന് ഈ നാട്ടിലുള്ള ഉയർന്ന സമരം ചേർക്കാണോ? അത് കൃഷിക്കാരുടെ ആത്മഹത്യ ഉൾപ്പെടെ. ബാബു കൊപ്പാറ അധ്യക്ഷത വഹിച്ചു. ഗീതാകുമാരി, PB സത്യദേവൻ, S കൃഷ്ണകുമാർ, K സുഭാഷ്, ജനാർദ്ദനൻ പിള്ള എന്നിവർ പങ്കെടുത്തു. വയനകം ജംഗ്ഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം LDF കൺവീനർ R സോമൻ പിള്ള നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.